നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. പ്രതിഷേധിക്കുന്നവരെ തല്ലിയൊതുക്കുന്ന CPMന്റെ ഗുണ്ടാ ശൈലിക്കെതിരെ മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്ത്. മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് സുധാകരൻ പറഞ്ഞു. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണം. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണമെന്നും മുൻ മന്ത്രി ഓർമ്മിപ്പിച്ചു. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വലിയ ചർച്ചയാകുമ്പോഴാണ് മുതിർന്ന നേതാവിന്റെ ഈ വിമർശനം. ആലപ്പുഴയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച് NBS പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന വേദിയിലാണ് ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പെയ്തത്. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണം. അങ്ങനെയാണ് പാർട്ടി വളരുന്നത്. പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് സ്വീകാര്യനാകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുക? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ആർക്കും ജയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ടായേക്കാം. ആലപ്പുഴയിൽ എന്തായാലും അത്തരം മണ്ഡലങ്ങൾ ഇല്ലെന്നും സുധാകരൻ. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമ്മൾ സ്വീകാരണം അല്ലെങ്കിൽ അസംബ്ലി നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നും ഇല്ല. മറ്റുള്ളവരോട് ചെയ്യണം. അവരാണ് ഭൂരിപക്ഷക്കാർ വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൂടെ സ്വീകാര്യനാവും. അതിനുമാനം സ്വീകാര്യനായിരുന്നു. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനായെങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിന് വളരാൻ കഴിയൂ. ഒരാളെ മർദ്ദിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്ന ശൈലി ശരിയല്ല. ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്ന നിലപാടും ശരിയല്ല. എല്ലാവരുടെയും വോട്ട് കിട്ടാതെ ആലപ്പുഴയിൽ ജയിക്കാൻ പറ്റില്ല. കണ്ണൂരിൽ നടക്കുമായിരിക്കുമെന്നും സുധാകരൻ. 24 ആലപ്പുഴ. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കുറുപ്പുംപടി പോലീസിന്റെ കള്ളക്കളികൾ. ഷൂവേർ പ്രതിഷേധം നടത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിച്ചുകളി തുടർന്ന കുറുപ്പുംപടി പോലീസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും FIR വിവരങ്ങൾ ഒളിച്ചുവെച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളും FIRലില്ല. കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കേസെടുക്കാതെ പോലീസ് നടത്തിയ ഒത്തുകളി 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഓടക്കാലിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കുറുപ്പുംപടി പോലീസ് കേസെടുത്തത്. വാഹനത്തിനുള്ളിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും FIR വിവരങ്ങൾ പുറത്തുവിടാതെ മറച്ചുവച്ചിരിക്കുകയായിരുന്നു. വിഷയം ഇന്നലെ 24 വാർത്തയാക്കിയതിനു പിന്നാലെയാണ് FIR വിവരങ്ങൾ പുറത്തുവന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെങ്കിലും കുറ്റപത്രത്തിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. മൊഴിയിൽ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടുത്താത്തതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. 4 പരാതികളിലായി 4 FIR ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. S. ശ്യാംകുമാർ, 24 കൊച്ചി. വനിതാ കമ്മീഷന്റെ ന്യായം. റിപ്പോർട്ടർ വിനീത VGക്കെതിരായ കേസിൽ വിചിത്ര ന്യായീകരണവുമായി വനിതാ കമ്മീഷൻ. മാധ്യമപ്രവർത്തകയെ പ്രതിയാക്കിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന് അധ്യക്ഷ P. സതീദേവി അഭിപ്രായപ്പെട്ടു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KK രമ MLA പ്രതികരിച്ചു. കേസ് പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ വിചിത്രവാദം. മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനും അതിലിടപെടാനും തീർച്ചയായിട്ടും പോലീസ് ആ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നും ലഭിച്ചിട്ടില്ല. സർക്കാരിന്റേത് മോശം നടപടിയെന്നും കേസ് പിൻവലിക്കണമെന്നും ഡോക്ടർ ശശി തരൂർ MP. ഈ നവകേരളയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം, നവകേരള ആദ്യത്തെ ഒരു അടയാളമാണോ ഇത്? മാധ്യമ പ്രവർത്തകർ ഇതിൽ കേസ് നടത്തുന്നത് മഹാമോശമായി പോയി. ഇതിനെ പിൻവലിക്കണമെന്ന് എന്റെ അഭ്യർത്ഥന. വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KK രമ MLA. CDR ചോർന്നതിൽ അന്വേഷണം വേണം. വിമർശനം ഉൾക്കൊള്ളാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളതെന്നും ആ ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവിടെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവളെ വലിയതൊരു കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത്?
അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിശക്തമായി സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. കുറുപ്പുംപടി പോലീസിന്റേത് കുപ്രസിദ്ധ നടപടിയെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും വിമർശിച്ചു. ഈ വനിതാ റിപ്പോർട്ടർക്കെതിരായിട്ട് ഇപ്പോൾ കേസ് ചുമത്തിയ സംഗതി തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇവരത്തരം ദുഷ്ചെയ്തി ചെയ്താൽ പോലും ഇവരുടെ ചെയ്തികളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ബോധപൂർവം കേസെടുക്കുന്നത് ഇടതു നയമല്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. 24 കൊച്ചി. അതേസമയം തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു ആക്രമണം. വീട്ടിലുണ്ടായിരുന്ന കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും പുൽക്കൂട്ടിൽ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം പുറത്തറിയുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കഞ്ചാവിനടിമയായ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ച് പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു. ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കാനും യുവാവ് ശ്രമിച്ചു. ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികൾ തകർക്കുകയും ചെയ്തു. കൂടാതെ വീട്ടിലെ വളർത്തുകോഴിയെയും യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു ആക്രമണം. സംഭവത്തിൽ വീട്ടുടമ ഷാജുവിന്റെ പരാതിയിന്മേൽ ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിലെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 24 തൃശൂർ. തൃശൂരിൽ കോഴി ഫാമിന്റെ മറവിൽ പ്രവർത്തിച്ച വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി പോലീസ്. 5000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. BJP മുൻ പഞ്ചായത്ത് അംഗം KPSC ലാൽ ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ടായിരുന്നു വ്യാജമദ്യ നിർമ്മാണം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആളൂർ പോലീസിന്റെ പരിശോധന. BJP മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. നാടക നടൻ കൂടിയായ ലാൽ KPSC ലാൽ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. ലാലും കൂട്ടാളി ലോറൻസുമാണ് കേസിൽ കസ്റ്റഡിയിലായത്. പ്രവർത്തനം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കും സംശയം തോന്നിയില്ല. വിതരണത്തിനായി പാക്ക് ചെയ്ത നിലയിലാണ് 15000 കുപ്പി വ്യാജവിദേശ മദ്യം പോലീസ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചത്. കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് നിഗമനം. ഇടനിലക്കാരെക്കുറിച്ചും വിൽപ്പന നടത്തിയ പ്രദേശങ്ങളെ സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. 24 തൃശൂർ. ഡൽഹിയിൽ നിന്നൊരു പ്രധാന വാർത്ത ഇപ്പോൾ എത്തുന്നുണ്ട്. സ്ഫോടനം നടന്നതായി സന്ദേശം ലഭിച്ച ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം കേന്ദ്ര ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. NIA സംഘം എംബസിയിലെത്തി പരിശോധന നടത്തി. നേരത്തെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയിരുന്നു. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിൽ എന്താണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്? സ്ഫോടനം നടന്നോ എന്നതിലൊരു സ്ഥിരീകരണവും ഇപ്പോഴും ഇല്ലല്ലോ. സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു, അതുപോലെ എംബസിയിലെ ചിലർ പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ഈ ചാണക്യപുരിയിലെ സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻവശത്താണ്. ഇതിന്റെ പുറകുവശത്താണ് എംബസി സ്ഥിതി ചെയ്യുന്നത്. അതായത് നിലവിൽ ഈ സ്ഫോടനം ശബ്ദം കേട്ടു എന്ന് പറയുന്നത് എംബസിക്ക് പുറകുവശത്തായിട്ടാണ്. അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിന് കുറച്ച് പുറകിലായിട്ടാണ് ഈ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ടതായി പറയുന്നത്. ഇവിടുന്ന് പുക ഉയർന്നതായും ഈ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കണ്ടതായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഒരു 5 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയുടെ ശബ്ദമുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇവിടുന്ന് പുക ഉയരുന്നത്. നിലവിൽ ഇവിടെ ഈ സംഭവത്തിന് പിന്നാലെ പോലീസും ഒപ്പം ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി. പക്ഷെ പരിശോധനയിൽ യാതൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് NIA സംഘം എത്തിയത്. അവരൊരു പ്രാഥമിക അന്വേഷണം എന്ന നിലയിൽ ഇവിടെ പരിശോധന നടത്തുകയും ഒപ്പം മറ്റു വിവരങ്ങൾ തേടിയ ശേഷം മടങ്ങുകയുമാണ് ഉണ്ടായത്. അല്പം മുൻപാണ് ഈ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയത്. വേറെ പരിശോധനകൾ നടത്തിയില്ല, ഇത് സന്ദർശിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ നിന്നും യാതൊരു തരത്തിൽ അല്ലെങ്കിൽ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യമോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പരിശോധന നടത്തിയ സംഘം വ്യക്തമാക്കുന്നത്. അപ്പോഴും ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവിടെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ ഇസ്രായേൽ എംബസിയുടെ മുൻവശത്ത് ഇപ്പോൾ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദില്ലി പോലീസിന്റെ നിരവധി ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിസരത്തെല്ലാം തന്നെ പോലീസിന്റെ പെട്രോളിംഗും തുടരുകയാണ്. വിജയകുമാർ.
യെസ്, ഒരു അജ്ഞാത ഫോൺ സന്ദേശമാണ് ഡൽഹി പോലീസിന് ആദ്യം ലഭിച്ചത്. എംബസിക്ക് സമീപം, ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു എന്ന് പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സ്ഫോടന ശബ്ദം കേട്ടതായി പരിസരവാസികളും എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. എന്തായാലും ആ മേഖലയിൽ പരിശോധന തുടരുകയാണ്. കൂടുതൽ എന്തെങ്കിലും കണ്ടെത്തി എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂർ ചാവക്കാട് ഇടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ. കടൽ തീരത്തെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്വേഷ്യ മരങ്ങളും കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, വലിയ അഗ്നിബാധ തന്നെയാണ്. വളരെ ദൂരത്തേക്ക് ആ തീ പടർന്നിട്ടുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വിജയകുമാർ, ഏക്കർ കണക്കിന് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ നശിച്ചിരിക്കുന്നത്. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് ഈ സംഭവം ഉണ്ടായത്. 6:30 കൂടി ചെറിയ രീതിയിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്. പിന്നാലെ ഈ തീ വ്യാപകമായി ഈ പ്രദേശമാകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ അക്വേഷ്യ മരങ്ങൾക്കും പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു. എന്തായാലും ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ തീ ഒന്ന് നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷെ എന്നാലും പൂർണ്ണമായ രീതിയിൽ തീ അണച്ചിട്ടില്ല. തീ പൂർണ്ണമായ രീതിയിൽ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാരുടെ സമയോചിത ഇടപെടലാണ് ഈ വൻ ദുരന്തം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ആഴ്ചയും ഈ പഞ്ചവടി ബീച്ചിന്റെ വടക്ക് ഭാഗത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ തീപിടുത്തമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം അട്ടിമറിയാണ് എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. വിജയകുമാർ, ഈ ജനവാസ മേഖല അടുത്തുണ്ടോ? അവിടേക്കൊന്നും അത് പടരാതെ ഇരുന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതം. തന്നെയുമല്ല, തുടർച്ചയായി ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരുമല്ലോ സൂരജ്? വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം വേണം. കാരണം ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായ വേളയിൽ അവർ ഇതിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല. തുടർച്ചയായി ഇങ്ങനെ ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോൾ വലിയ ഭീതി തന്നെ പരത്തുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഈ സമയത്ത് ടൂറിസ്റ്റുകൾ ആരും തന്നെ ഈ പ്രദേശത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. കാരണം പ്രത്യേകിച്ച് ഈ കാറ്റാടി മരങ്ങളെല്ലാം കാണാനായി വൈകുന്നേരങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒഴിവു ദിവസങ്ങളിലെല്ലാം തന്നെ ഏറെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നു. അവർ ഫയർഫോഴ്സിന് വിവരം കൈമാറുകയായിരുന്നു. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ഈ തീ അണയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഒപ്പം നാട്ടുകാരും ഇവരോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് തീ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് തീ വ്യാപിച്ചിട്ടും അത് നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം അത് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിജയകുമാർ, യെസ്, തൃശൂർ ചാവക്കാട് പഞ്ചവടി ബീച്ചിലാണ് വലിയ അഗ്നിബാധയുണ്ടായത്. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്വേഷ്യ മരങ്ങളും കത്തി നശിച്ചു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. നവകേരളത്തിലെ ഇളവുകൾ. കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ പരാതി നൽകിയ ആൾക്ക് തുച്ഛമായ തുക മാത്രം കുറച്ചതിൽ വിശദീകരണവുമായി കേരള ബാങ്ക്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ വെറും 515 രൂപയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അപേക്ഷകന് ഇളവ് അനുവദിച്ചത്. പിഴപ്പലിശ ഇനത്തിൽ നൽകാവുന്ന പരമാവധി ഇളവാണ് നൽകിയതെന്ന് കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജർ 24നോട് വിശദീകരിച്ചു. കൂലിപ്പണിക്കാരനായ പരാതിക്കാരൻ കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത ലോണിൽ തിരിച്ചടവായി ഇനി അവശേഷിക്കുന്ന തുക 3,97,731 രൂപ. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിട്ടിയിലെത്തിയപ്പോൾ നേരിട്ട് പോയി പരാതി നൽകി. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കിയുള്ള സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ മറുപടി ലഭിച്ചു. പരമാവധി ഇളവായി ലഭിച്ചത് 515 രൂപ മാത്രം. അതായത് 3,97,731 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച് ബാക്കി 3,97,216 രൂപ അടയ്ക്കണം. പരാതി തീർപ്പാക്കൽ മറുപടിയിലെ കൗതുകം വൈറലായതോടെ സാങ്കേതികത്വം വിശദീകരിച്ച് കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജർ MK വിനോദ്. അത് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരു 12 ഇൻസ്റ്റാൾമെന്റ് വരെയാണെങ്കിൽ അടയ്ക്കാനുള്ള പലിശയുടെ 5% ബാങ്ക് ഒഴിവായി കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് അത് ഓരോ ലോണിന്റെ ഇത് നോക്കിയിട്ട് എലിജിബിലിറ്റി അനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണ്. അല്ല, അത് അവിടുന്ന് അതിനൊരു കമ്മിറ്റി ഉണ്ട്, രജിസ്ട്രാർ മറ്റൊക്കെ അടങ്ങുന്നത് കേരള ബാങ്കിന്റെ. അവരാണ് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് മറുപടി കൊടുക്കുക. ബ്രാഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല.
ഇല്ല ബ്രാഞ്ചിൽ അങ്ങനെ വന്നിട്ടില്ല അത്. അതേസമയം മന്ത്രിസഭ സംസ്ഥാനം മുഴുവൻ സഞ്ചരിച്ച 37 ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലെത്തിയത് പരാതികളുടെ കൂമ്പാരം. 6,21,167 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. പരാതി പരിഹരിക്കാൻ ജില്ലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓഫീസർമാരെ അടിയന്തരമായി നിയോഗിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. 24 കണ്ണൂർ. അതിനിടെ നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സമരക്കാരെ മർദ്ദിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് പ്രതിപക്ഷത്തോടുള്ള ക്രൂരമായ പരിഹാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 10-ലധികം പേരെ പങ്കെടുപ്പിച്ച് സമരം നടത്താൻ പോലും പ്രതിപക്ഷത്തിനായില്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി പരിഹസിച്ചു. നവകേരള സദസ്സിനിടെ ഉണ്ടായ പ്രതിഷേധങ്ങളിലും പോലീസ് നടപടിയിലും രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സർക്കാർ നീക്കം. തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ്. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പ്രതിപക്ഷം സമരത്തിനിറങ്ങിയതെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. നമ്മൾ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടല്ല പ്രതിഷേധം നടത്തേണ്ടത്. ഇത് പ്രത്യേക സ്ക്വാഡുകളെ തയ്യാറാക്കി ഊടുവഴിയിൽ നിന്ന് വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മുമ്പ് എടുത്ത് ചാടുകയും എറിയുകയൊക്കെ ചെയ്യുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പരാതി പരിഹാരം വൈകുന്നതിനെതിരായ വിമർശനങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി ഇങ്ങനെ: ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പരിഹരിച്ചതിനൊരു വാർത്ത പുറത്ത് വന്നില്ല. അപ്പോൾ ഓരോ ഇടത്തും സമയബന്ധിതമായി പരിഹരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ വിമർശനങ്ങൾ തുടരുമ്പോഴും നവകേരള സദസ്സ് വൻ വിജയമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. 24 തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ SFI നേതാവ് കൂളിംഗ് ഗ്ലാസ് വെച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആലുവ ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ നേതാവും SFI ആലുവ ഏരിയ കമ്മിറ്റി അംഗവുമായ അദിൻ നാസറിനെതിരെയാണ് എടത്തല പോലീസ് കേസെടുത്തത്. എടത്തല സ്റ്റേഷനിൽ KSU ആദ്യം നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഈ മാസം 21-ാം തീയതിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ എടുത്ത ശേഷം മഹാത്മാഗാന്ധി മരിച്ചുപോയതല്ലേ ഇനി എന്ത് പറയാനെന്ന് ചോദിക്കുന്ന വീഡിയോ അദീൻ നാസർ എടുത്തത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ കോളേജ് മാനേജ്മെന്റിന് പരാതി നൽകിയിരുന്നു. എങ്കിലും നടപടി സ്വീകരിച്ചിരുന്നില്ല. SFI ആലുവ ഏരിയ കമ്മിറ്റി അംഗവും ലോ കോളേജ് യൂണിയൻ സെക്രട്ടറിയുമായ അദിൻ നാസറിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പരാതിക്കാരനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും SFI നേതാവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പ്രതി മഹാത്മാഗാന്ധിയുടെ മഹത്വത്തിന് കോട്ടം വരുത്താനും കലാപാഹ്വാനത്തിന് ശ്രമം നടത്തിയതായും FIR-ൽ പറയുന്നു. IPC 153, 426 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. S. ശ്യാംകുമാർ, 24 കൊച്ചി. വാർത്താമഴ തുടരുന്നു. സന്നിധാനത്ത് ഭക്തലക്ഷങ്ങൾ. അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യമായി ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടന്നു. 41 ദിവസം നീണ്ട മണ്ഡലകാലം നാളെ നടക്കുന്ന മണ്ഡലപൂജയോടെ അവസാനിക്കും. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര 6:30 സന്നിധാനത്തേക്ക്. വാദ്യമേളങ്ങളും കർപ്പൂരാഴിയും അകമ്പടിയേകി. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:45 നട തുറന്നു. 10,000 ദീപാരാധന തൊഴുതു. ക്യൂവിൽ കാത്തുനിന്ന തീർത്ഥാടകരെ 7 മണി മുതൽ പടികയറ്റി തുടങ്ങി. തീർത്ഥാടകർക്ക് ഉച്ചയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ദീപാരാധനയ്ക്ക് ശേഷം നീക്കി. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് സന്നിധാനത്തെ തിരക്കെന്ന് ADGP MR അജിത് കുമാർ. വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി. ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചി മേട് വരെയാണ്. അതേസമയം കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇത്തവണ വരുമാനത്തിലും കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 228,98,70,250. വ്യത്യാസം 18,67,93,546.
തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായി പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുക. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് നടയടയ്ക്കുന്നതോടെ വീണ്ടും ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തി. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. സന്നിധാനത്ത് ഇപ്പോഴും വലിയ ഭക്തജന തിരക്കാണ്. അപ്പാച്ചിമേട് വരെ ക്യൂ നീണ്ടു. ഒരു ഘട്ടത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. രാഹുൽ സുരേഷ് പുതിയ വിവരങ്ങൾ നൽകും സന്നിധാനത്ത് നിന്ന്. രാഹുൽ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മണ്ഡലപൂജയ്ക്ക് ഒരു ദിവസം കഷ്ടിച്ചു മാത്രമേ ബാക്കിയുള്ളൂവല്ലോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനം ഇപ്പോഴും തുടരുകയാണ്. 6:40-നാണ് ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നത്. 6:50 മുതൽ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സന്നിധാനത്തെ ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ദേവസ്വവും പോലീസും ഏർപ്പെടുത്തിയിരുന്നത്. തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്നതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണിക്കൂറുകളാണ് ഈ തീർത്ഥാടകർ ക്യൂ നിൽക്കേണ്ടി വന്നത്. 11 മണി മുതൽ നിലയ്ക്കലിൽ നിന്നും 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ആളുകളെ കടത്തിവിട്ടിരുന്നില്ല. അതിനു മുമ്പ് മല കയറിയ ആളുകളാണ് ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്നത്. 10 മുതൽ 15 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ഇപ്പോൾ ആളുകൾ ദർശനം നടത്തുന്നത്. സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഇന്ന് രാത്രി 11 മണിക്കാണ് 10:50-ന് ഹരിവരാസനം ചൊല്ലി 11 മണിക്കാണ് നട അടയ്ക്കുന്നത്. നാളെ രാവിലെ 3 മണിക്ക് വീണ്ടും നട തുറക്കും. നാളെ 3 മണി മുതൽ രാവിലെ വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് അവസരമുണ്ട്. നെയ്യഭിഷേകം തുടങ്ങുന്ന സമയത്ത് തങ്കയങ്കി മാറ്റും. നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് ഈ തങ്കയങ്കി ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചത്. 10:30-നും 11:30-നും ഇടയിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പിന്നീട് പതിവ് പോലെ 3 മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി വീണ്ടും ഒരു മണ്ഡലകാലത്തിന് അവസാനം കുറിക്കും. നാളെ 70,000-ഓളം ആളുകളാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിലവിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറമെ നാളെ 70,000 പേർ കൂടി എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അതിന് സമാനമായ ഒരു തിരക്ക് നാളെയും സന്നിധാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിമർശിച്ച് VHP. രാമനെയും സ്വന്തം പേരിനെയും യെച്ചൂരി വെറുക്കുന്നുണ്ടോ എന്ന് VHP നേതാക്കൾ ചോദിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറഞ്ഞത്. മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നുവെന്ന് CPM PB അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ക്ഷണം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരസിച്ചിരുന്നു. സീതാറാം യെച്ചൂരിയുടെ തീരുമാനത്തെ രൂക്ഷമായാണ് VHP ദേശീയ നേതൃത്വം വിമർശിച്ചത്. സീതാറാം യെച്ചൂരി ഭഗവാൻ രാമനെയും സ്വന്തം പേരിനെയും വെറുക്കുന്നുണ്ടോ എന്ന് VHP ദേശീയ വക്താവ് വിനോദ് ബൻസാൽ എക്സിലൂടെ ചോദിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് സർക്കാർ പരിപാടിയാക്കി മാറ്റുന്നുവെന്ന് സീതാറാം യെച്ചൂരി മറുപടി നൽകി. Whatever they may say, they'll have to realize that it is an individual choice of every individual, which we respect in whichever faith that they want to adhere to. Respect religion and the choices made by individuals into their particular faith. ഭരണഘടനയിൽ സർക്കാരുകൾ നിഷ്പക്ഷമായിരിക്കണമെന്നത് ലംഘിക്കപ്പെടുകയാണെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് CPIMന്റെ നിലപാട്. CPI ജനറൽ സെക്രട്ടറി D രാജയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ഭീകരബന്ധം സംശയിക്കുന്ന 3 പേരെയും പൂഞ്ചിൽ 15 പ്രദേശവാസികളെയും സൈന്യം കസ്റ്റഡിയിലെടുത്തു. പുൽവാമയിൽ പിടികൂടിയവരിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു. തുടർച്ചയായുള്ള ഭീകരാക്രമണ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മുകാശ്മീർ സന്ദർശിക്കും. പൂഞ്ചിലും ബാരമുള്ളയിലുമുണ്ടായ ഭീകരാക്രമണത്തെ ഗൗരവകരമായാണ് സേന കാണുന്നത്. ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നടപടി ജമ്മു കാശ്മീരിൽ ശക്തമാക്കി. എല്ലാ മേഖലയിലും പരിശോധന കർശനമായി ഏർപ്പെടുത്തി. പുൽവാമയിൽ സേനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ ഭീകരബന്ധം സംശയിക്കുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. പൂഞ്ചിലെ ഭീകരാക്രമണത്തിൽ സൈനികാന്വേഷണം തുടരുന്നതിനിടെ 15 പ്രദേശവാസികളെയാണ് ദേരാഖി ഗലിയിൽ നിന്ന് സേന കസ്റ്റഡിയിലെടുത്തത്.
പ്രാദേശിക സഹായം ലഭിക്കാതെ ഭീകരപ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലിലാണ് സൈന്യം. സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീർ സന്ദർശിക്കും. സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിലെല്ലാം അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 24 ഡൽഹി. ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജുഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്നറിയിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകാനുള്ള തീരുമാനം അറിയിച്ചത്. ഖേൽരത്ന, അർജുന അവാർഡുകൾ തിരികെ നൽകുമെന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് വിനേഷ് ഫോഗട്ട് ഇക്കാര്യം അറിയിച്ചത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.